ഇത് നോക്കിയേ, ഇതൊരു ഓർക്കിഡ് ഫ്രെയിമാണ്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇതുപോലെ ഓർക്കിഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള പാഴ് വസ്തുക്കൾ വെച്ചിട്ട് പൊളിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഡോറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രെയിമുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഓർക്കിഡ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, ഞാൻ സെറ്റ് ചെയ്ത രീതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു പ്ലാൻ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ ഈ പ്ലാൻ ഫ്രെയിം നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇത് കണ്ടോ, ഇതൊരു ഫ്രെയിമാണ്, ഒരു ഡോറ്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ഫ്രെയിം അല്ലെങ്കിൽ റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ ഒക്കെ ഉള്ള ഫ്രെയിമുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊരു ഓർക്കിഡ് പ്ലാൻ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇത് മൊത്തം പൊടി കയറി കിടക്കുമായിരുന്നേ, അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം ഫസ്റ്റ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഡോറ് ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറായിരുന്നു കേട്ടോ. ഓക്കെ, ക്ലിയറായി. ഇനി നമുക്കിതിനകത്തൊരു മെഷ് വെച്ചിട്ട് വേണം പ്ലാന്റ്സ് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 4 ഹോൾസ് ഇട്ട് കൊടുക്കാം ഇതിന് ചുറ്റുമായിട്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മെഷ് ഉണ്ടല്ലോ, ഈ ഒരു മെഷിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ നല്ലത്. ഇതെല്ലാം കേടായി കിടക്കും, അത് പഴയ ഒരു മെഷാണ്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് ഈ ഫ്രെയിമിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായി ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു പോട്ടി മിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മോസോ അല്ലെങ്കിൽ ചകിരിയുടെ നാരുണ്ടല്ലോ അത് വെച്ചിട്ട് അടിയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ടാഗോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ബ്രെഡ് ടാഗ് വെച്ചിട്ട് ഇതിന് 2-3 സൈഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചകിരി അല്ലെങ്കിൽ മോസ് വയ്ക്കുന്ന സമയത്ത് ഇത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കൊരു 2-3 സൈഡ് ഒന്ന് കെട്ടി ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഒന്ന് കെട്ടി കൊടുക്കാവേ, നമുക്ക് മോസ് തിരികെ വെക്കുന്ന രീതിയിൽ. ഇപ്പം നമുക്ക് ഇത് വെക്കാനായിട്ട് നല്ലൊരു പിടുത്തം കിട്ടുമോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ഈ മെഷ് കിടന്ന് ഇങ്ങനെ വള്ളി കിടക്കും, അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഫില്ല് ചെയ്യാൻ. നമ്മളിത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ പോട്ടി മിക്സായിട്ട് വെക്കുന്നത് ഈ ചകിരിയുടെ നാരാണ്. അപ്പോൾ നമുക്കൊക്കെ കേരളത്തിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചകിരി നാരാണ്. ഇപ്പം മോസ് എന്ന് പറയുന്നത് വിദേശത്തൊക്കെയാണ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് ചകിരിയുടെ നാരായതുകൊണ്ട് ഞാനും ഇത് വെച്ച് തന്നെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം ഇത് നമുക്ക് ഇൻ കേസ് അത്യാവശ്യം അവൈലബിൾ അല്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. വേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഈ ചകിരിയുടെ നാര് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഈ ഒരു സൈഡിൽ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരേ ലെവലിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ചകിരിയുടെ നാരാണ് കേട്ടോ. 2 ദിവസം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണമേ. ലെവലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം. ഈ ഫ്രെയിം നമ്മൾ നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു ചകിരിയൊക്കെ വെച്ചിട്ട് ആ ഫ്രെയിം ഒരു കറക്റ്റ് തിക്നെസ് ആക്കി എടുത്ത് ടൈറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ എൻഡിൽ കാണുന്ന ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാം. ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഓർക്കിഡ്സും അതുപോലെ എയർ പ്ലാന്റ്, കോട്ടൺ ക്യാൻഡിയുടെ എയർ പ്ലാന്റ്, അതുപോലെ നമ്മുടെ ബൈപ്പായ് എന്ന് പറയുന്ന ഒൺസീഡിയത്തിൻ്റെ ഒരു സീഡ്ലിങ് നമ്മളിവിടെയൊക്കെ വളർന്നു നിന്നതാണ്. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കിക്കീസൊക്കെ എടുത്തിട്ടുള്ളത്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ കിക്കീസ്, അതുപോലെ ടൊളോമിയയുടെ കിക്കീസ്, പിന്നെ നമ്മുടെ
ഫെനലോപ്സിസിൻ്റെ ഒരു കുഞ്ഞു പ്ലാന്റ്. അതുപോലെ ഇതും ഡെൻഡ്രോബിയത്തിൽ തന്നെ വരുന്ന ഹിക്കീസാണ്. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു ഓർക്കിഡ് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഫെനലോപ്സിസിൻ്റെ പ്ലാന്റ് കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് കുറച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെല്ലാം കൂടെ ഒന്ന് ഫ്രെയിം സെറ്റ് ചെയ്യാം. ഈ ഒരു ഫെനലോപ്സ് ഒന്ന് നോക്കി, എന്ത് ഭംഗിയാണ് നോക്കി ഇതിൻ്റെ ഫ്ലവർ. ഇതിന് റെയറായിട്ട് വരുന്ന കളേഴ്സാണ്, എപ്പോഴും കിട്ടത്തില്ല ഈ ഒരു ഫ്ലവർ. നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഈ പ്ലാന്റിനെ നമുക്കൊന്ന് ഫ്രെയിമിലാക്കാനായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് പഴയ ഇലയാണ്. ഇനി കുറച്ച് ഇളകി വന്നിട്ടുണ്ടെങ്കിലും കരി ഫുള്ളായിട്ട് പോയിട്ടില്ല. ഇത് ഫുള്ളിങ്ങനെ പറ്റിപ്പിടിച്ച് നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇതിൻ്റെ റൂട്ടൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന്. ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വെള്ളത്തിയിട്ട് വെച്ചെങ്കിൽ ഇത് ഇളകി വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കരി നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കി കരിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റിന് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഷേക്കായിരിക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കരിയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്താൽ വേരിന് ഡാമേജ് ഇല്ലാതെ എടുക്കാൻ പറ്റും. എന്നാലും ഇനി ഇത് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇനി അത് ഒടിയുന്നുണ്ട് വേരുകൾ. ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടാൽ നന്നായിട്ട് ഇളകി വരും കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് സമയം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞ് ഫെനലോപ്സിസ് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. ഒന്ന് കവറിങ് ആയിട്ട് എല്ലാം ഒന്ന് വയ്ക്കാം. നമുക്കെല്ലാം കുറേശ്ശായിട്ട് വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഫൈനൽ ചെയ്യാം കേട്ടോ. ഫൈനൽ ചെയ്തത് ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മളൊന്ന് ചെയ്ത് കൊള്ളാവോ എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം എടുത്തിട്ട് ഒന്നും കൂടെ ടാഗ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ വെച്ചാൽ ഭംഗി ഉണ്ടാവുമെന്ന്. അങ്ങനെ വെച്ചിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈ ചെയ്യുമ്പം ഫിക്സ് ആയിട്ടങ്ങ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണാവേ. നമ്മുടെ ഫ്രെയിം ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം ടൈ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഭിത്തിയിൽ വോളിൽ ഇൻഡോറിൽ വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് മാത്രം വെച്ചിട്ട്, അതായത് ഓർക്കിഡിൽ തന്നെ ഇൻഡോർ വെറൈറ്റികൾ മാത്രം വെച്ചിട്ട് നമുക്ക് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാം. ഇത് ഞാൻ കുറച്ച് വെട്ടം കിട്ടുന്ന ഒരു സ്പേസിലാട്ടോ വെക്കുന്നത്. അത് ഭിത്തിയിൽ ആണി അടിച്ചിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായിരിക്കും കുറച്ച് കംഫർട്ടബിൾ. ഈ പ്ലാന്റ്സിന് ഒത്തിരി വെള്ളമൊന്നും വേണ്ടാത്ത പ്ലാന്റ് ആണല്ലോ വെച്ചേക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഡെയിലി വേണമെങ്കിൽ ഡെയിലി നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അകത്തൊന്നും വെള്ളം വീഴുന്ന പ്രശ്നമൊന്നും വരത്തില്ല. ഇതൊന്നും അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സ് ആണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.